ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവിൻ്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ, എന്താണ് ലിമിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ലിമിറ്റിൻ്റെ തിയറങ്ങൾ, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ചില മെത്തേഡ്സ്, ഇതൊക്കെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ ഈ ക്ലാസ്സിൽ തുടർന്നുള്ള 2-3 ക്ലാസ്സുകൾ പരിചയപ്പെടാൻ പോകുന്നത് ചില സ്റ്റാൻഡേർഡ് ലിമിറ്റുകളാണ്, ചില തിയറങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ തിയറം, if n is a rational number, then limit x tends to a, x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. ഒന്ന് ശ്രദ്ധിക്കുക, x tends to a ആണ്. a എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ്. ദ വേരിയബിൾ x tends to a. എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഡിനോമിനേറ്ററിൽ വന്ന് നോക്കിയേ, എക്സ് മൈനസ് എ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഡിനോമിനേറ്ററിൽ വെക്കുന്നത്. മുകളിൽ ആ രണ്ട് എക്സ്പ്രഷൻ്റെയും പവേഴ്സാണ്, സെയിം പവർ, എക്സ് റൈസ്ഡ് ടു എൻ മൈനസ് എ റൈസ്ഡ് ടു എൻ ബൈ എക്സ് മൈനസ് എ. എക്സ് റൈസ്ഡ് ടു എൻ മൈനസ് എ റൈസ്ഡ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന ഫോം ആയിരിക്കണം. എക്സ് ടെൻസ് ടു എ ആകുമ്പോൾ ലിമിറ്റ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എ റൈസ്ഡ് ടു എൻ മൈനസ് 1. ഇതിൻ്റെ പ്രൂഫ് നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നില്ല. ഇതിൻ്റെ പ്രൂഫ് എന്നൊരു ഇൻറ്റിജർ ആകുന്ന കേസിൽ നമുക്ക് ബൈനോമിയൽ തിയറത്തിൻ്റെ സഹായത്തോടു കൂടി പ്രൂഫ് ചെയ്യാൻ പറ്റും. പക്ഷേ റാഷണൽ നമ്പർ ആകുന്ന കേസിൽ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഒരു അറിവ് വെച്ചുകൊണ്ട് അത് പ്രൂഫ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ പ്രൂഫ് ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ പ്രോബ്ലങ്ങളിലേക്ക് നേരിട്ടങ്ങ് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ്ഡ് ടു 5 മൈനസ് 243 ബൈ എക്സ് മൈനസ് 3. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ടെൻസ് ടു എ എന്ന് വന്നപ്പോൾ മുകളിൽ എക്സിൻ്റെ റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ, ആ ഫോമാണ്. താഴെ എക്സ് മൈനസ് എ. അപ്പോൾ ഇവിടെ എക്സ് ടെൻസ് ടു 3 ആകുമ്പോൾ താഴെ എക്സ് മൈനസ് 3. ഓക്കെ, അത് വന്നിട്ടുണ്ട്. മുകളിൽ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഫോം, ദാറ്റ് മീൻസ് 3 റൈസ് ടു എൻ. അത് 243 3 റൈസ് ടു എ നമ്പർ എന്ന രൂപത്തിൽ എഴുതാൻ പറ്റണം. നോക്കാം, 243 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 243 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 81 എന്ന് കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. അപ്പോൾ 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 243. ദാറ്റ് മീൻസ് 3 റൈസ്ഡ് ടു 5 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ്ഡ് ടു 5 മൈനസ് 3 റൈസ്ഡ് ടു 5 ബൈ എക്സ് മൈനസ് 3 എന്നാക്കാം. നമ്മുടെ ഫോമുലയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ്ഡ് ടു എൻ മൈനസ് എ റൈസ്ഡ് ടു എൻ ബൈ എക്സ് മൈനസ് എ എൻ ഇൻറ്റു എ റൈസ്ഡ് ടു എൻ മൈനസ് 1. അതുമായിട്ട് കമ്പയർ ചെയ്താൽ ആ എയുടെ സ്ഥാനത്താണ് 3 വന്നേക്കുന്നത്. അപ്പോൾ എൻ ഇൻറ്റു എ റൈസ്ഡ് ടു എൻ മൈനസ് 1, ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 റൈസ്ഡ് ടു 5 മൈനസ് 1, ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 റൈസ്ഡ് ടു 4. അത് സിംപ്ലിഫൈ ചെയ്തെടുക്കുന്നു, 405 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ്ഡ് ടു 5 മൈനസ് 243 ബൈ എക്സ് റൈസ്ഡ് ടു 3 മൈനസ് 27. നമുക്ക് നോക്കാം. എക്സ് ടെൻസ് ടു 3 ആണ്. അപ്പോൾ നമുക്ക് ഈ നമ്പറിനെയൊക്കെ 3യുടെ പവറായിട്ട് എഴുതാൻ പറ്റും നോക്കാം. പറ്റുമല്ലോ. 243 നമുക്ക് 3 റൈസ്ഡ് ടു 5 എന്ന് എഴുതാൻ പറ്റും. 27 3 റൈസ്ഡ് ടു 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാവും ഇത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റൈസ്ഡ് ടു 5 മൈനസ് 3 റൈസ്ഡ് ടു 5 ബൈ എക്സ് റൈസ്ഡ് ടു 3 മൈനസ് 3 റൈസ്ഡ് ടു 3. പക്ഷേ ഇതിപ്പോൾ നമ്മൾ പഠിച്ച ഫോം ആയില്ല. നമ്മൾ പഠിച്ച ഫോം ഒന്ന് നോക്കൂ. എന്തായിരുന്നു നമ്മൾ പഠിച്ച ഫോം? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ്ഡ് ടു എൻ മൈനസ് എ റൈസ്ഡ് ടു എൻ ബൈ എക്സ് മൈനസ് എ n into a raised to 10 minus 1. അപ്പോൾ x raised to n minus a raised to n by x minus a എന്ന് പറയുമ്പോൾ x raised to 5 minus 3 raised to 5 ആണെങ്കിൽ by x minus 3 എന്ന് വരണം. അങ്ങനെ വന്നാലേ നമുക്ക് ആ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നത്, നമുക്കറിയാം, ഒരു ഫ്രാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്ററിനെയും അതിൻ്റെ ഡിനോമിനേറ്ററിനെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറുന്നില്ല എന്നറിയാം. ന്യൂമറേറ്ററിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്ററിനെയും അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്നു എക്സ് മൈനസ് 3 കൊണ്ട്. അപ്പോൾ ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ എക്സ് മൈനസ് 3. അപ്പോൾ എന്ത് പറ്റും നോക്കിയേ, എക്സ് റൈസ്ഡ് ടു 5 മൈനസ് 3 റൈസ്ഡ് ടു 5 ബൈ എക്സ് മൈനസ് 3
അവിടെ ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. താഴെ ഡിനോമിനേറ്ററിന് അത് തന്നെ ചെയ്യുക. അപ്പോൾ എക്സ് റേസ് ടു 3 മൈനസ് 3 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 3. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എക്സ് മൈനസ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇത് ആ ഫോമിലേക്ക് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്തത്. നമ്മൾ ലിമിറ്റിൻ്റെ തിയറം പഠിക്കുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ബൈ ജി എക്സ് എന്ന് വന്നാൽ അതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി എക്സ് അങ്ങനെ എഴുതാമെന്ന് പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ബൈ ജി എക്സ് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ബൈ ലിമിറ്റ് ഓഫ് ജി എക്സ്. അത് ഉപയോഗിച്ചാൽ ഈ എക്സ്പ്രഷൻ അത് എഫ് എക്സ് എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ബൈ എക്സ് മൈനസ് 3 അതിന് എഫ് എക്സ് എന്ന് എഴുതിയാൽ താഴെ ജി എക്സ് എന്ന് എഴുതാം. അപ്പോൾ നമുക്കിതിനെ രണ്ടാക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി എക്സ്. ആ ഒരു സ്റ്റെപ്പ് കൂടി അവിടെ എഴുതിക്കൊള്ളാം. ഏതാണെന്നറിയോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ബൈ എക്സ് മൈനസ് 3 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 3 മൈനസ് 3 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 3. ആ ഒരു സ്റ്റെപ്പ് കൂടി, അതായത് ലിമിറ്റ് എഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് എക്സ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു ജി എക്സ് എന്നൊരു സ്റ്റെപ്പ് കൂടി അവിടെ എഴുതിക്കൊള്ളാം. ഞാൻ അവിടെ ഒരു സ്റ്റെപ്പ് എഴുതാൻ കുറച്ച് വിട്ടുപോയതാണ്. ആ ഒരു സ്റ്റെപ്പ് കൂടി എഴുതിക്കൊള്ളാം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ബൈ എക്സ് മൈനസ് 3 എൻ ഇൻറ്റു എ റേസ് ടു 10 മൈനസ് 1 ഫോം 5 ഇൻറ്റു 3 റേസ് ടു 5 മൈനസ് 1 ബൈ ഇവിടെ അത് തന്നെയാണ് എക്സ് റേസ് ടു എൻ 3 ആവും. എയും 3 തന്നെയാണ്. അപ്പോൾ എൻ ഇൻറ്റു എ റേസ് ടു 10 മൈനസ് 1 ദാറ്റ് ഇസ് 3 ഇൻറ്റു 3 റേസ് ടു 3 മൈനസ് 1. ഇനി നമ്മൾ തന്നെ സിംപ്ലിഫൈ എടുക്കുന്നു. 5 ഇൻറ്റു 3 റേസ് ടു 4 ബൈ 3 ഇൻറ്റു 3 സ്ക്വയർ സിംപ്ലിഫൈ എടുക്കുമ്പോൾ ആൻസർ 15 എന്ന് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് റേസ് ടു 7 മൈനസ് 1 28 ബൈ എക്സ് റേസ് ടു 5 മൈനസ് 32. ഇവിടെ ശ്രദ്ധിക്കണം, എക്സ് റേസ് ടെൻസ് ടു 2 ആണ്. അപ്പോൾ ഈ 32വിനെയും 122വിനെയും 2ൻ്റെ പവറായിട്ടാണ് എഴുതേണ്ടത്. ആ രീതിയിൽ എഴുതിക്കൊള്ളാം. അടുത്ത ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റേസ് ടു 8 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 3 പ്ലസ് 1. നമ്മളിവിടെയൊക്കെ ഇവിടെ എക്സ് ടെൻസ് ടു മൈനസ് 1 എന്നാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനെയൊക്കെ മൈനസ് 1ൻ്റെ പവർ ആക്കണം. നമ്മൾ എക്സ് ടെൻസ് ടു എന്താണോ വരുന്നത് ആ വാല്യൂ എക്സ് ടെൻസ് ടു എ എന്നാണെങ്കിൽ എയുടെ പവറായിട്ട് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന് എയുടെ പവറായിട്ടാണ് എഴുതാറുള്ളത്. അതേ രൂപത്തിൽ ഇതിനെയും മാറ്റണം. അപ്പോൾ അതിന് നമുക്കറിയാം മൈനസ് 1ൻ്റെ പവറിനൊരു പ്രത്യേകതയുണ്ട്. മൈനസ് 1 റേസ് ടു എൻ ഈ എൻ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2 4 6 8 എക്സെട്ര ആണെങ്കിൽ മൈനസ് 1 റേസ് ടു ദാറ്റ് നമ്പർ എടുത്താൽ 1 കിട്ടും. മൈനസ് 1 സ്ക്വയർ 1 ആണ്, മൈനസ് 1 റേസ് ടു 4 1 ആണ്, മൈനസ് 1 റേസ് ടു 6 1 ആണ്. ഈവൻ നമ്പറാണ് പവർ വരുന്നതെങ്കിൽ വാല്യൂ 1 ആവും. എന്നാൽ മൈനസ് 1 റേസ് ടു 10 ഓഡ് നമ്പറാണ് വരുന്നതെങ്കിലോ വാല്യൂ മൈനസ് 1 ആവും. അപ്പോൾ പവറിൽ ഈവൻ നമ്പർ വന്നാൽ 1ഉം ഓഡ് നമ്പർ വന്നാൽ മൈനസ് 1ഉം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് റേസ് ടു 8 മൈനസ് 1നെ നമുക്ക് ഞാൻ എക്സ് ടെൻസ് ടു മൈനസ് 1 എന്നായതുകൊണ്ട് മൈനസ് 1ൻ്റെ പവറായിട്ട് എഴുതണമെന്നാണ് പറഞ്ഞാൽ എഴുതാം. മൈനസ് 1 റേസ് ടു 8 എന്ന് എഴുതാം. കാരണം എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു 10 അല്ലേ വരട്ടെ. അപ്പോൾ മൈനസ് 1 റേസ് ടു 8 കാരണം മൈനസ് 1 റേസ് ടു 1 അപ്പോൾ എക്സ് റേസ് ടു 8 മൈനസ് 1 എന്ന് തന്നെ വരും. ഇതുപോലെ താഴെ എക്സ് ക്യൂബ് പ്ലസ് 1 എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 1 എന്നാണ്. ആ മൈനസ് 1ന് മൈനസ് 1 റേസ് ടു 3 എന്ന് എഴുതാം. കാരണം മൈനസ് 1 റേസ് ടു 3 മൈനസ് 1 മൈനസ് 1 റേസ് ടു 3 എന്ന് എഴുതിയാൽ മൈനസ് 1 ആവും. അപ്പോൾ എക്സ് ക്യൂബ് മൈനസ് 1 അത് എക്സ് ക്യൂബ് പ്ലസ് 1 എന്നാവും. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇപ്പോൾ ഇങ്ങനെ എഴുതിൻ്റെ കാരണം ഈ രണ്ട് എക്സ്പ്രഷനെയും മൈനസ് 1ൻ്റെ പവർ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എക്സ് റേസ് ടു 8 ആയതുകൊണ്ടാണ് ഇവിടെയും മൈനസ് 1 റേസ് ടു 8 എഴുതിയത്. ഇവിടെ എക്സ് റേസ് ടു 3 ആയതുകൊണ്ട് താഴെയും മൈനസ് 1 റേസ് ടു 3 എന്ന് എഴുതി. ഇതേ പവർ തന്നെ അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇനി നോക്കൂ, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഫോം വന്നു. അപ്പോൾ ബൈ എക്സ് മൈനസ് എ കൂടി വരാനായിട്ട് എക്സ് മൈനസ് എ എന്ന് പറയുന്ന മൈനസ് 1 ആണ്. അപ്പോൾ എക്സ് മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിവൈഡ് ചെയ്യുന്നു, അതുകൊണ്ട് ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റേസ് ടു 8 മൈനസ് 1 റേസ് ടു 8 എന്താ ചെയ്ത് ന്യൂമറേറ്ററിനെ എക്സ് മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ബൈ എക്സ് മൈനസ് 1 താഴെ ഡിനോമിനേറ്ററിലും അത് തന്നെ ചെയ്യണം. അപ്പോൾ എക്സ് റേസ് ടു 3 മൈനസ് 1 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 1. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ബൈ ജി എക്സ് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ബൈ ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റേസ് ടു 8 മൈനസ് 1 റേസ് ടു 8 ബൈ എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് 1 എക്സ് റേസ് ടു മൈനസ് 3 മൈനസ് 1 റേസ് ടു 3 ബൈ എക്സ് മൈനസ് 1. അപ്പോൾ നമ്മുടെ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞു. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ എന്ന ഫോമിലെത്തി.
അപ്പോൾ n ഇൻറ്റു എ റേസ്റ്റ് ടു n മൈനസ് 1, n എന്ന് പറയുന്നത് 8ഉം എ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ n ഇൻറ്റു ദാറ്റ് ഈസ് 8 ഇൻറ്റു എ റേസ്റ്റ് ടു ദാറ്റ് ഈസ് -1 റേസ്റ്റ് ടു 8 മൈനസ് 1 ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ താഴെ അത് തന്നെയാണ് എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ ആണ്. n 3ഉം എ -1, അപ്പോൾ 3 ഇൻറ്റു -1 റേസ്റ്റ് ടു 3 മൈനസ് 1 ദാറ്റ് ഈസ് -1 റേസ്റ്റ് ടു 2. ഇനി സിംപ്ലിഫൈ ചെയ്യാം. -1 റേസ്റ്റ് 7 ഈസ് -1, -1 സ്ക്വയർ ഈസ് 1, അപ്പോൾ 8 ഇൻറ്റു -1 ബൈ 3 ഇൻറ്റു 1 -8 ബൈ 3 എന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ്റ്റ് ടു n മൈനസ് 1 ബൈ എക്സ്. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നമ്മൾ പഠിച്ച ഫോമുമെല്ലാം ഡയറക്റ്റായിട്ട് ഉപയോഗിച്ചത് ചെയ്യാൻ പറ്റില്ല. കാരണം ലിമിറ്റ് എക്സ് ടെൻസ് ടു n എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ എന്ന ഫോമാണ്. അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ മറ്റൊരു മാർഗത്തിലേക്ക് പോവുകയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ഈ 1 പ്ലസ് എക്സിന് പകരം y എന്ന് കൊടുക്കുന്നു. പുട്ട് 1 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. ദെൻ എക്സ് എന്താവും? എക്സ് 1 ഇപ്പുറത്തേക്ക് മാറ്റിയാൽ എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 1. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ 1 പ്ലസ് എക്സിന് പകരം y ആക്കും. അപ്പോൾ ഇവിടെ y റേസ്റ്റ് ടു n എന്നാവും. -1 ബൈ എക്സിന് പകരം y -1 ആക്കും. ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിയുമ്പോൾ എക്സ് മാറി y ആവും. ലിമിറ്റിനകത്ത് എക്സ് ഉണ്ടാവില്ല, പകരം y എന്ന വേരിയബിളിലേക്ക് മാറും. y എന്ന വേരിയബിളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതുന്നതിൽ അർത്ഥമില്ല. കാരണം എക്സ് ഇല്ലല്ലോ, പുതിയ വേരിയബിൾ അല്ലേ, y അല്ലേ. അപ്പോൾ ഇവിടുത്തെ എക്സിന് പകരം വൈയിലേക്ക് അതിനെയും മാറ്റണം. എക്സ് ടെൻസ് ടു 0 മീൻസ് എക്സ് 0യോട് അടുക്കുന്നു എന്നാണ്. അപ്പോൾ വൈക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. 1 പ്ലസ് എക്സ് അല്ലേ വൈ. എക്സ് 0 ആയാൽ വൈക്ക് എന്ത് സംഭവിക്കും? 1 പ്ലസ് 0 എന്ന് വരും, ദാറ്റ് ഈസ് 1 വരും. എക്സ് 0 ആയാൽ വൈ 1 വരും. പക്ഷെ എക്സ് 0 അല്ല, എക്സ് 0 അടുക്കുന്നതേ ഉള്ളൂ, 10 ആ. അപ്പോൾ എക്സ് 0യോട് അടുത്താൽ വൈ 1നോട് അടുക്കും അല്ലേ. എക്സിന് എക്സ് 1 പ്ലസ് എക്സ് ആണ് വൈ. അപ്പോൾ എക്സ് 0യോട് അടുത്താൽ വൈ 1നോട്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. 1 പ്ലസ് എക്സ് 0യോട് അടുക്കുന്ന നമ്പർ, 0യോട് അടുത്ത നമ്പർ 1നോട് ആഡ് ചെയ്താൽ 1നോട് അടുത്ത നമ്പറാണ് കിട്ടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ വൈ ടെൻസ് ടു 1 ആവും. അപ്പോൾ ആ ലിമിറ്റ് അങ്ങനെ മാറ്റണം. പിന്നെ എക്സ് ടെൻസ് ടു 0 വൈ ഹാവ് വൈ ടെൻസ് ടു 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 പ്ലസ് എക്സ് ദ ഹോൾ റേസ്റ്റ് ടു 10 മൈനസ് 1 ബൈ എക്സ്. ഈ 1 പ്ലസ് എക്സിന് വരെ വൈ ആക്കുന്നു. അപ്പോൾ എക്സിന് വരെ y -1 ആവുന്നു. എക്സ് ടെൻസ് ടു 0ക്ക് വരെ y ടെൻസ് ടു 1 ആവുന്നു. അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 1 y റേസ്റ്റ് ടു n മൈനസ് 1 ബൈ y മൈനസ് 1 നമ്മുടെ ആ ഫോമിലേക്ക് മാറ്റാൻ എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ എന്നാവണമെങ്കിൽ എക്സ് ടെൻസ് ടു എ എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ. ആ ഫോമാണോ എന്ന് പരിശോധിച്ച് y ടെൻസ് ടു 1. അപ്പോൾ എന്ത് വരണം? y റേസ്റ്റ് ടു n മൈനസ് 1 റേസ്റ്റ് ടു n ബൈ y മൈനസ് 1 എന്ന് വരും. കാരണം 1 റേസ്റ്റ് ടു ഏത് നമ്പർ എഴുതിയാലും വാല്യൂ 1. y റേസ്റ്റ് ടു n നമുക്ക് -1 നമുക്ക് 1 റേസ്റ്റ് ടു n എന്ന് എഴുതാം. ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഇവിടെ y റേസ്റ്റ് ടു 5 ആയിരുന്നെങ്കിൽ നമ്മളിവിടെ 1 റേസ്റ്റ് ടു 5 എന്ന് എഴുതിയാണ്. y റേസ്റ്റ് ടു 10 ആയിരുന്നെങ്കിൽ 1 റേസ്റ്റ് ടു 10 എന്ന് എഴുതണം. എന്താണോ വൈയുടെ പവർ അതേ പവർ തന്നെ ഇവിടെ എഴുതാം. കാരണം 1നെ സംബന്ധിച്ചിടത്തോളം 1 റേസ്റ്റ് ടു ഏത് നമ്പർ വന്നാലും വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ നമുക്കിതിനിങ്ങനെ എഴുതാം. ലിമിറ്റ് y ടെൻസ് ടു 1 y റേസ്റ്റ് ടു n മൈനസ് 1 റേസ്റ്റ് ടു n ബൈ y മൈനസ് 1. നമ്മുടെ ഫോമുലയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. എന്താ ഫോമുല? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ എന്ന് വന്നാൽ n ഇൻറ്റു എ റേസ്റ്റ് ടു n മൈനസ് 1. ഇവിടെ n-ൻ്റെ സ്ഥാനത്ത് n തന്നെയാണ്, എയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ n ഇൻറ്റു എ റേസ്റ്റ് ടു ദാറ്റ് ഈസ് 1 റേസ്റ്റ് ടു n മൈനസ് 1. 1 റേസ്റ്റ് ടു n മൈനസ് 1 1 തന്നെയാണ്. n ഇൻറ്റു 1 എന്ന് കിട്ടും, ദാറ്റ് ഈസ് n എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം കൂടി ഇതുപോലെ നമുക്ക് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇപ്പം ചെയ്തതുപോലെ തന്നെ ഈ പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് നമ്മൾ നേരത്തെ പഠിച്ച റാഷണലൈസേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. എന്താണ്? റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് പ്ലസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പഠിച്ച റാഷണലൈസേഷൻ മെത്തേഡ് അതുപയോഗിച്ച് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അത് വേണ്ട. നമുക്ക് ഈ ഇപ്പോൾ പഠിച്ച മെത്തേഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് ടു 1/2 ആണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ എക്സിൻ്റെ പവറായിട്ട് അതിനെ എഴുതാൻ പറ്റുമെന്നൊക്കെ അറിയാം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെയ്ത അതേ പരിപാടി തന്നെ 1 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് 1. നേരത്തെ പറഞ്ഞ തന്നെ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ വൈ ടെൻസ് ടു 1 ആവും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. 1 പ്ലസ് എക്സിന് വൈ ആണല്ലോ. അപ്പോൾ എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ വൈ ടെൻസ് ടു 1 ആണല്ലോ. അപ്പോൾ ലിമിറ്റ് വൈ ടെൻസ് ടു 1 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സിന് വൈ റൂട്ട് വൈ മൈനസ് 1 ബൈ വൈ മൈനസ് 1. നേരത്തെ പറഞ്ഞല്ലോ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ്റ്റ് ടു ഹാഫ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ റൂട്ട് വൈ എന്ന് പറയുന്നത് വൈ റേസ്റ്റ് ടു 1/2 ആണ്. മൈനസ് 1നെ നമ്മൾ 1 റേസ്റ്റ് ടു 1/2 എന്ന് എഴുതുന്നു. എന്തിനു വേണ്ടി? എക്സ് റേസ്റ്റ് ടു n മൈനസ് എ റേസ്റ്റ് ടു n ബൈ എക്സ് മൈനസ് എ ഫോം കൊണ്ടുവരാൻ വേണ്ടി. നമ്മൾ നേരത്തെ 1നെ 1 റേസ്റ്റ് ടു n എന്ന് എഴുതിയില്ലേ, അതുപോലെ ഇവിടെ 1 റേസ്റ്റ് ടു 1/2. കാരണം വൈ റേസ്റ്റ് ടു 1/2 ആയതുകൊണ്ട് വൈയുടെ പവർ എന്താണോ അതേ പവറിൽ തന്നെ എഴുതാൻ വേണ്ടി.
അപ്പോൾ ഇപ്പോൾ എന്ത് ഫോമായി നോക്കിയാൽ ലിമിറ്റ് y ടെൻസ് ടു 1 y റേസ് ടു ഹാഫ് മൈനസ് 1 റേസ് ടു ഹാഫ് ബൈ y മൈനസ് 1. ഈ ഫോമാണ് ലിമിറ്റ് x ടെൻസ് ടു a x റേസ് ടു n മൈനസ് a റേസ് ടു n ബൈ x മൈനസ് n ഇൻറ്റു a റേസ് ടു n മൈനസ് 1 ഫോം. അപ്പോൾ n ഇൻറ്റു ദാറ്റ് ഇസ് 1/2 ഇൻറ്റു a റേസ് ടു ദാറ്റ് ഇസ് 1 റേസ് ടു 1/2 മൈനസ് 1. ദാറ്റ് ഈസ് 1/2 മൈനസ് 1 എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട, കാരണം 1 റേസ് ടു എന്ന് കണ്ടാൽ പവറിൽ എന്ത് വന്നാലും വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1/2 ഇൻറ്റു 1 ആൻസർ ഈസ് 1/2. ഒരു ചോദ്യം കൂടി. ഇഫ് ലിമിറ്റ് x ടെൻസ് ടു 2 x raised to n minus 2 raised to n by x minus 2 is equal to 80, find the value of n. അപ്പോൾ ഇവിടെ ലിമിറ്റ് x ടെൻസ് ടു 2 x raised to n minus 2 raised to n by x minus 2 is equal to 80 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഫോർമുലയായിട്ടൊന്ന് കമ്പയർ ചെയ്യൂ. ലിമിറ്റ് x ടെൻസ് ടു a x raised to n minus a raised to n by x minus a n into a raised to n minus 1 എന്നാണ്. അപ്പോൾ ഇവിടെ n ഇൻറ്റു 2 റേസ്റ്റ് ടു n മൈനസ് 1 അതായിരിക്കും ഈ ലിമിറ്റിൻ്റെ വാല്യൂ. ഈക്വൽ ടു ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് n ഇൻറ്റു 2 റേസ്റ്റ് ടു n മൈനസ് 1 ഈക്വൽ ടു റൈറ്റ് സൈഡ് 80 അതേപോലെ തന്നെ എഴുതി. ഈ 80 നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 80 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 40 കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 20, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5, വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ദാറ്റ് മീൻസ് 5 ഇൻറ്റു 2 4 പ്രാവശ്യം. അപ്പോൾ 2 റേസ്റ്റ് ടു 4. അപ്പോൾ 80 നമുക്ക് 5 ഇൻറ്റു 2 റേസ്റ്റ് ടു 4 എന്ന് എഴുതാം. ലെഫ്റ്റ് സൈഡ് n ഇൻറ്റു 2 റേസ്റ്റ് ടു n മൈനസ് 1 ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 റേസ്റ്റ് ടു 4നെ 5 മൈനസ് 1 എന്ന് എഴുതാം. വേറെ ഒന്നിനും വേണ്ടിയല്ല, നിങ്ങൾ ലെഫ്റ്റ് സൈഡുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് n ഇൻറ്റു 2 റേസ്റ്റ് ടു n മൈനസ് 1 ഈക്വൽ ടു 5 ഇൻറ്റു 2 റേസ്റ്റ് ടു 5 മൈനസ് 1. രണ്ട് സൈഡും കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും എന്നിൻ്റെ സ്ഥാനത്ത് 5 വന്നിരിക്കാൻ നോക്കൂ കണ്ടോ. n ഇൻറ്റു ദാറ്റ് ഇസ് 5 ഇൻറ്റു 2 റേസ്റ്റ് ടു n മൈനസ് 1 2 റേസ്റ്റ് ടു 5 മൈനസ് 1. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം n ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഇത്രയാണ് ഈ ലിമിറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പ്രോബ്ലംസ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആണ്, പക്ഷേ ലിമിറ്റ് ഈ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി ഈ ലിമിറ്റൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഡെറിവേറ്റീവ് എന്ന സെക്ഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഈ ലിമിറ്റ് ആവശ്യമായി വരും. ലിമിറ്റ് x ടെൻസ് ടു a x റേസ്റ്റ് ടു n മൈനസ് a റേസ്റ്റ് ടു n ബൈ x മൈനസ് a ഈസ് ഈക്വൽ ടു n ഇൻറ്റു a റേസ്റ്റ് ടു n മൈനസ്. ലിമിറ്റിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. x ടെൻസ് ടു a ആകുമ്പോൾ x aയോട് അടുക്കുമ്പോൾ x റേസ്റ്റ് ടു n മൈനസ് a റേസ്റ്റ് ടു n ബൈ x മൈനസ് aയുടെ ലിമിറ്റാണ്. ദാറ്റ് മീൻസ് ആ എക്സ്പ്രഷൻ അടുക്കുന്ന വാല്യൂ അതാണ് n ഇൻറ്റു a റേസ്റ്റ് ടു n മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഈ എക്സ്പ്രഷൻ n ഇൻറ്റു a റേസ്റ്റ് ടു n മൈനസ് 1നോട് അടുക്കുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഓക്കെ.